നമസ്കാരം, ഞാൻ ഡോക്ടർ ജ്യോതി കൃഷ്ണ, SUT പട്ടം ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഷിഗല്ലയാണ്. ഈയിടെയായി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു ടോപ്പിക്കാണ് ഷിഗല്ല. എന്താണ് ഷിഗല്ല, എങ്ങനെയാണിത് രോഗം പടരുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെ പ്രതിരോധിക്കാം, എന്താണ് അതിൻ്റെ മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് ഷിഗല്ല? ഷിഗല്ല എന്ന് പറയുന്നത് ഒരു വയറിളക്കം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് ഷിഗല്ല. ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖത്തിന് നമ്മൾ പറയുന്നത് ഷിഗല്ലോസിസ് എന്നാണ്. ഇതെങ്ങനെയാണ് പടർന്നു പിടിക്കുന്നതെന്നുള്ളത് നോക്കാം. വൃത്തിഹീനമായ വെള്ളത്തിൽ കൂടി, അത് മലിനമായ വെള്ളത്തിൽ കൂടെയും മലിനമായ ഭക്ഷണത്തിൽ കൂടെയാണ് സാധാരണ രീതിയിൽ ഷിഗല്ല പടർന്നു പിടിക്കുന്നത്. നമ്മൾ വെള്ളം ചൂടാക്കാതെ പച്ചവെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ മലിനമായ ജലം കുടിക്കുകയോ ഭക്ഷണം നന്നായി പാചകം ചെയ്യാതെ കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഷിഗല്ല സ്പ്രെഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഓൾറെഡി രോഗമുള്ള ഒരു പേഷ്യൻറ്റുമായിട്ട് അടുത്ത സമ്പർക്കത്തിൽ ഇടപെടുന്ന ആളുകൾക്കും, അതായത് ഒരേ ഫാമിലിയിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ രോഗബാധിതയായ ഒരു കുട്ടി നഴ്സറിയിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള മറ്റു കുട്ടികൾ എന്നിവർക്കൊക്കെ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഷിഗല്ലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ ഡോസ് മതി. അതായത് ഈ ബാക്ടീരിയ വളരെ കുറച്ച് നമ്പർ നമ്മുടെ ഉള്ളിൽ പോയാൽ തന്നെ അസുഖം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷിഗല്ല വയറിളക്കമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഷിഗല്ല വയറിളക്കത്തിനെയും സാധാരണ ഒരു വയറിളക്കത്തിനെയും തിരിച്ചറിയാമെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ മഴക്കാലം ആകുമ്പോൾ വളരെ പെട്ടെന്ന് എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ് വയറിളക്കം. സാധാരണ രീതിയിൽ വൈറൽ അണുബാധകളാണ് മെജോറിറ്റി ഓഫ് വയറിളക്കം ഉണ്ടാക്കുന്നത്. എന്നാൽ ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ വയറിളക്കമാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? വളരെ കഠിനമായ പനി, വയറുവേദന, അമിതമായ ക്ഷീണം, മലത്തിൽ രക്തം കലർന്നു പോവുക, ഇതൊക്കെയാണ് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ. സാധാരണ രീതിയിലുള്ള വയറിളക്കങ്ങൾക്ക് കഠിനമായ പനി കാണാറില്ല, മലത്തിൽ രക്തവും കാണാറില്ല, അമിതമായ വയറുവേദനയും നമ്മളങ്ങനെ കാണാറില്ല. ഈ 4 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഷിഗല്ലയാണോ ഒരു വയറിളക്കമാണോ എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇനി എങ്ങനെയാണ് എപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണണം? ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് വയറിളക്കം വരികയാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ ഷിഗല്ലയാണോ അല്ലെങ്കിൽ ഒരു സാധാരണ വയറിളക്കമാണോ എന്ന് തിരിച്ചറിയാൻ നിൽക്കുന്നതിന് പകരം ഒരു ഡോക്ടറിനെ കാണിക്കുന്നതാണ് ഉത്തമം. എന്നാൽ വലിയൊരാൾക്ക് വയറിളക്കം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ നിർജ്ജലീകരണം തടയാനുള്ള മെഷേഴ്സ്, അതായത് ORS കുടിക്കാം, കഞ്ഞിവെള്ളം ഉപ്പിട്ട്, കരിക്കിൻ്റെ വെള്ളം, ഇങ്ങനെയുള്ള വെള്ളം നന്നായി വെള്ളം കുടിക്കുകയും സിംറ്റംസ് മാറാതെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നത്? 2 പരിശോധനകളാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ഒന്ന് മലം കൾച്ചറിന് പരിശോധനയ്ക്ക് അയക്കാവുന്നതാണ്. എന്നാൽ കുറച്ചും കൂടി അത്യാധുനികമായതും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമായ PCR പരിശോധനകളും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് ആണ് സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. ഷിഗല്ല ബാക്ടീരിയക്കെതിരെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ ഇത് വളരെ ഫലപ്രദവുമാണ്. എന്നിരുന്നാലും ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ പോയിട്ട് ടോക്സിൻ, അതായത് ചില വിഷവസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക്സുകൾ ഈ ടോക്സിനെതിരെ ഫലപ്രദമല്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് എപ്പോഴും കോംപ്ലിക്കേഷൻസ് വരാറുള്ളതും ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമാവാതെ പോകുന്നതും മരണം വരെ സംഭവിക്കുന്നതും. അത് വളരെ അപൂർവമാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കേസുകളിലെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമാവാതെ പോകാറുണ്ട്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ചികിത്സ തരേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ ആദ്യമായി വ്യക്തി ശുചിത്വം പാലിക്കുക. നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഒരു വയറിളക്കമോ അങ്ങനെ ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക. ആ വ്യക്തി ഒരു റൂമിലേക്ക് ആക്കുക. കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് വളരെയധികം കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പച്ചവെള്ളം അല്ലെങ്കിൽ കിണറിൽ നിന്നോ പൈപ്പിൽ നിന്നോ ഡയറക്റ്റായിട്ട് കിട്ടുന്ന വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ കഴിയുന്നതും വേവിച്ച ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഈ സമയങ്ങളിൽ നമ്മൾ സാലഡുകൾ, പച്ചക്കറികൾ അരിഞ്ഞ് കഴിക്കുക, വേവിക്കാതെ കഴിക്കുന്നത്, ആ ട്രെൻഡ് കുറയ്ക്കുന്നത് നന്നായിരിക്കും. വേവിച്ച ഭക്ഷണം മാത്രം കഴിക്കുക. ചെറിയ കുട്ടികൾക്ക് വയറിളക്കമുണ്ടെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന അമ്മമാരോ അല്ലെങ്കിൽ ആയമാരോ ഒക്കെ
കുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുപോയതിന് ശേഷവും അവർ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുന്നേയൊക്കെ കൈകൾ നന്നായി കഴുകുക. സോപ്പ് ഉപയോഗിച്ച് തന്നെ കൈകൾ ഒരു മിനിമം ഒരു 20-30 സെക്കൻഡ് നന്നായി കഴുകാൻ ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ രോഗലക്ഷണങ്ങൾ വന്നാൽ ഉടനടി വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ്. താങ്ക് യു.